വാർത്താ നിമിഷം തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇന്ന് ബലിപെരുന്നാൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും നമസ്കാരം. അറഫ സംഗമം പൂർത്തിയാക്കി ഹാജിമാർ. ഏക സിവിൽ കോഡിനെതിരെ പാളയം ഇമാം ഡോക്ടർ ഷുഹൈബ് ബൈലവി. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ ഹനിക്കപ്പെടുമെന്ന് ഇമാം. ഏക സിവിൽ കോഡിലൂടെ ഹനിക്കപ്പെടുക ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൗലികാവകാശങ്ങളാണ്. ശരീഅത്ത് അനുസരിച്ചുള്ള ജീവിതത്തിന് പ്രയാസം സൃഷ്ടിക്കും എന്നതുകൊണ്ട് കൂടിയാണ് സഹോദരങ്ങളെ ഏക സിവിൽ കോഡിനെ ഗൗരവത്തിൽ നമ്മൾക്ക് എതിർക്കേണ്ടി വരുന്നത്. ധ്രുവീകരണ രാഷ്ട്രീയം നാടിന്റെ സമാധാനം തകർക്കും. കേരള സ്റ്റോറി സിനിമ സാഹോദര്യം തകർക്കുന്നതെന്നും ഇമാം. രാഹുൽ ഗാന്ധി ഇന്ന് മണിപ്പൂരിൽ സംഘർഷബാധിത പ്രദേശങ്ങളും അഭയാർത്ഥി ക്യാമ്പുകളും സന്ദർശിക്കും. സന്ദർശനം സ്നേഹ സന്ദേശം പകരാനെന്ന് കോൺഗ്രസ്. 50 ദിവസം പിന്നിട്ട് മലപ്പുറത്ത് ആദിവാസി ഭൂസമരം. മഴയും വെയിലും വകവെക്കാതെ സമരരംഗത്തുള്ളത് നിരവധി കുടുംബങ്ങൾ. സർക്കാർ മുന്നോട്ട് വെച്ച ഉപാധികൾ പ്രതിഷേധക്കാർ തള്ളി. 1 ഏക്കർ ഭൂമി ലഭ്യമാക്കണമെന്ന ആവശ്യം. അജ്മാനിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി ഇറാൻ പട്ടാളത്തിന് പിടിയിലായ തിരുവനന്തപുരം സ്വദേശികളുടെ കുടുംബങ്ങൾ ആശങ്കയിൽ. എന്ന് ജയിൽ മോചിതരാകുമെന്ന് ഇനിയും ഉറപ്പ് കിട്ടിയിട്ടില്ല. തടവിലാക്കപ്പെട്ടവർ ജയിലിൽ മർദ്ദനത്തിനിരയായെന്ന് ബന്ധുക്കൾ. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം.